തേനിലും മധുരം വേദമല്ലാതെ. കർത്തൃനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബൈബിൾ പഠനത്തിനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം നാം 16-ാം അധ്യായമാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. 16-ാം അധ്യായത്തിൽ 7-ാം ദൂതൻ 7-ാമത്തെ ക്രോധകലശം ആകാശത്തിലൊഴിച്ചപ്പോൾ ഭൂമിയിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാഭൂകമ്പം ഉണ്ടാവുകയും അതോടുകൂടി ഭൂമിക്ക് സ്ഥാനമാറ്റങ്ങൾ സംഭവിക്കുകയും ബാബിലോൺ 3 അംശമായി മാറുകയും ചെയ്തു എന്ന് നാം പഠിച്ചുവല്ലോ. ബാബിലോണിനെ രാഷ്ട്രീയം, മതം, ബാബിലോൺ നഗരം എന്നിങ്ങനെ 3ആയി വേർതിരിച്ച് ഓരോന്നോരോന്നായി ദൈവം ന്യായം വിധിക്കുകയാണ്. 17-ാം അധ്യായത്തിൽ വ്യാജമതങ്ങളെ നശിപ്പിക്കുന്നു, അതായത് മതത്തിൻ്റെ ന്യായവിധി. 18-ാം അധ്യായത്തിൽ മതങ്ങളുടെ ഉറവിടമായ ബാബിലോൺ നഗരത്തിൻ്റെ ന്യായവിധി. 19-ാം അധ്യായത്തിൽ രാഷ്ട്രീയ ശക്തിയായ മൃഗത്തിൻ്റെ ന്യായവിധി. ഭൂമിയിലെ ഭരണാധിപന്മാരുമായി വേശ്യാവൃത്തി ചെയ്ത് ഭൂവാസികളെ വഞ്ചിച്ച മഹതിയാം ബാബിലോണിനെ ദൈവം ന്യായം വിധിക്കുകയാണ്, അതായത് മതത്തിൻ്റെ ന്യായവിധി. 17-2 ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ദൂതൻ യോഹന്നാനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. 17-1-3 വരെ ആണ്. ഇവിടെ വേശ്യാവൃത്തി എന്നത് ആത്മീയ വ്യഭിചാരത്തെക്കുറിച്ചാണ് പറയുന്നത്. സകലവും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തെ ഭജിക്കാതെ സൃഷ്ടികളെയും അവയുടെ ബിംബങ്ങളെയും സേവിച്ച് ബിംബങ്ങളിലും അന്യദേവന്മാരിലും ആശ്രയിച്ച് അവയെ ആരാധിക്കുന്നതിനെയാണ് വേശ്യാവൃത്തി എന്ന് പറയുന്നത്. അതായത് അന്യദേവന്മാരുമായി പരസംഗം ചെയ്യുന്നതിനെ വ്യഭിചാരം ആണ് എന്ന് ബൈബിൾ പറയുന്നു. പല വ്യാജ മതങ്ങളെയും സൃഷ്ടിച്ച് സത്യദൈവത്തിൽ നിന്ന് അകറ്റി മ്ലേച്ഛ വിഗ്രഹങ്ങളുണ്ടാക്കി അവയുടെ മുന്നിൽ ജനത്തെ വണങ്ങുമാറാക്കുന്നു. ഇപ്രകാരം സാത്താൻ ഈ മതങ്ങളിലൂടെ ജനത്തെ സത്യദൈവത്തിൽ നിന്ന് അകറ്റി പാപം ചെയ്യിപ്പിക്കുന്നു. ഈ മതത്തിൻ്റെ പേരാണ് മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. 17-2 ഈ സ്ത്രീ ഇരിക്കുന്നത് പെരുവെള്ളത്തിന്മീതെയാണ്. പെരുവെള്ളം എന്ന് പറയുന്നത് വംശങ്ങളും ജാതികളും ഭാഷകളും അടങ്ങിയ ലോകജനത്തെ കാണിക്കുന്നു. 17-5 അതായത് പെരുവെള്ളമാകുന്ന ലോകജനങ്ങൾക്കിടയിൽ നിന്ന് ഉത്ഭവിച്ച് ലോക രാഷ്ട്രീയ ഭരണത്തെ നിയന്ത്രിക്കുന്ന മൃഗത്തിന്മേൽ ഇരിക്കുന്നവൾ. പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നവൾ എന്ന് പറയുന്നതിൻ്റെ സാരം ഇതാണ്. രാഷ്ട്രീയ ഗവൺമെൻറ്റാണ് മതത്തെ നിയന്ത്രിക്കുന്നത്. മതം പറയുന്നത് രാഷ്ട്രീയ ഗവൺമെൻറ്റും അനുസരിക്കണം. ഈ 2 കൂട്ടരും പറയുന്നത് ലോകജനം അനുസരിക്കണം. രാഷ്ട്രീയ ഗവൺമെൻറ്റും മതവും ചേർന്ന് അവരുടെ നിയന്ത്രണത്തിൽ ജനം ജീവിക്കണം. അതായത് മതത്തിൻ്റെ പേരിൽ മത നേതാക്കന്മാർ പറയുന്ന നിയമങ്ങളും രാഷ്ട്രീയ ഗവൺമെൻറ്റിൻ്റെ പേരിൽ രാഷ്ട്രീയ ഭരണ നേതാക്കന്മാർ ആജ്ഞാപിക്കുന്ന നിയമങ്ങളും ജനം അനുസരിക്കണം. ഇവർ 2 കൂട്ടരും ഒരുപോലെ ലോകജനത്തെ പീഡിപ്പിക്കുന്നു. മത നേതാക്കന്മാരെയും രാഷ്ട്രീയ ഭരണ നേതാക്കന്മാരെയും നിയന്ത്രിക്കുന്നത് എതിർ ക്രിസ്തുവിലൂടെയും കള്ളപ്രവാചകനിലൂടെയും വസിക്കുന്ന പിശാചായ സാത്താനാണ്. ലോകജനത്തിന് ആനുകൂല്യങ്ങളും സംവരണങ്ങളും ഒക്കെ നൽകി മതത്തിൽ ചേർത്ത് ജനത്തെ അവൻ്റെ പക്ഷത്താക്കുന്നു. ഈ സ്ത്രീയുടെ രൂപം 17-ാം അധ്യായം 3-6 വരെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണവും കടും ചുവപ്പുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേര് അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നതും ഞാൻ കണ്ടു. 17-3-6 വരെ. ഒന്ന്, ധൂമ്രവർണ്ണവും കടും ചുവപ്പുമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു.
2 പൊന്നും രത്നവും മുത്തും അണിഞ്ഞിരിക്കുന്നു. 3 മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാത്രം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. 4 മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേര് അവളുടെ നെറ്റിമേൽ എഴുതിയിരിക്കുന്നു. 5 പെരുവെള്ളത്തിന്മീതെ 7 തലയും 10 കൊമ്പും ദൂഷണനാമവുമുള്ള കടും ചുവപ്പ് നിറമുള്ള മൃഗത്തിൻ്റെ പുറത്ത് ഇരിക്കുന്നു. ഇതാണ് ഇവളുടെ രൂപം. 1 ധൂമ്രവർണ്ണവും കടും ചുവപ്പുമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ വിശുദ്ധവും വെണ്മയുമുള്ള വിശേഷ വസ്ത്രം ധരിച്ചിരിക്കുന്നവളാകുന്നു. എന്നാൽ എതിർക്രിസ്തുവിൻ്റെ മണവാട്ടിയായ ഈ മഹാവേശ്യ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പുമുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഇവൾ വിശുദ്ധ ജനത്തിൻ്റെ രക്തം ചിന്തി വേണ്ടുവോളം ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. യേശുവിനെ കൊന്ന റോമൻ മത നേതാക്കന്മാർ അവൻ്റെ ശിഷ്യന്മാരെയും കൊന്നുകളഞ്ഞു. ഇപ്പോഴും വിശുദ്ധ ജനത്തെ കൊന്നുകൊണ്ടിരിക്കുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങി ചില മത നേതാക്കൾ ധരിക്കുന്ന വസ്ത്രം കടും ചുവപ്പും ധൂമ്രവർണ്ണവുമുള്ള അങ്കികളാണ്. ഇത്തരത്തിലുള്ള വസ്ത്രം ബാബിലോൺ മതത്തിലെ പുരോഹിത വസ്ത്രമാണ്. ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രമണിഞ്ഞ് കടും ചുവപ്പ് നിറമുള്ള മൃഗത്തിൻ്റെ പുറത്താണ് ഇവളിരിക്കുന്നത്. കൂടാതെ ഈ ധൂമ്രവർണ്ണവും ചുവപ്പ് നിറവുമുള്ള വസ്ത്രത്തോടൊപ്പം പൊന്നും രത്നവും മുത്തും അണിഞ്ഞു നിൽക്കുന്നു. ബാബിലോൺ മതപുരോഹിതന്മാരുടെ വസ്ത്രത്തിന്മേൽ പൊന്നും രത്നവും മുത്തും പതിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ചില മതപുരോഹിതന്മാരുടെ പുരോഹിത വസ്ത്രത്തിലും ഇതെല്ലാം അണിഞ്ഞിരിക്കുന്നു. ആദിമസഭാ പിതാക്കന്മാരായ അപ്പോസ്തലന്മാരോ അന്നത്തെ വിശ്വാസികൾ പോലും ഇങ്ങനെയുള്ള വേഷം അണിഞ്ഞിരുന്നില്ല. 4-ാം നൂറ്റാണ്ടിന് ശേഷം ക്രിസ്തു മാർഗത്തെ ക്രിസ്തു മതമാക്കി മാറ്റിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ബാബിലോണ്യ പുരോഹിത അങ്കികൾ പുരോഹിത വസ്ത്രമാക്കി മാറ്റിയതും ബാബിലോണ്യ മതത്തിലെ വിഗ്രഹാരാധന എന്ന പരസംഗം ചെയ്തുകൊണ്ട് അവൾ വേശ്യാസ്ത്രീയായി വേശ്യാവൃത്തി സ്വീകരിച്ചതും. ഇന്നും അവൾ ഭൂരാജാക്കന്മാരായിട്ട് ചേർന്ന് തന്നെ നിൽക്കുന്നു. എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്തും അന്നത്തെ എതിർക്രിസ്തുവിൻ്റെ രാഷ്ട്രീയ ഭരണ നേതാക്കന്മാരോട് അവൾ ചേർന്ന് നിൽക്കും. 3 ഭൂവാസികളെ അവൾ മത്തരാക്കുന്നു. 17-1 എതിർക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന മതം എന്ന നിലയിൽ ഈ സ്ത്രീ ദുരുപദേശങ്ങൾ നൽകിക്കൊണ്ട് ജനത്തെ മത്തരാക്കുന്നു. 4 ഇവൾ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നു. അതായത് ലോകമെമ്പാടുമുള്ള ജനസമുദായ കടലായ പെരുവെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് സാർവലൗകിക സഭയായ മഹാപുരുഷാരത്തിന്മേലാണ് ഇവൾ ഇരിക്കുന്നത്. ദൈവസഭ കർത്താവിൻ്റെ വരവിൽ ഭൂമിയിൽ നിന്ന് മധ്യാകാശത്തേക്ക് മാറ്റപ്പെട്ട ശേഷം ഭൂമിയിൽ തള്ളപ്പെട്ട സകല നാമധേയ ക്രൈസ്തവ സഭകളും ബാബിലോണ്യ മതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ സാർവലൗകിക സഭയോട് ചേരും. ലോകം മുഴുവനും ഇത് നിറയപ്പെട്ട് നിൽക്കുന്നതിനാലാണ് പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നവൾ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ മധ്യാകാശ വരവിങ്കൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ ശേഷിക്കുന്ന സകല ജനങ്ങളും ജാതി മതവർഗ വ്യത്യാസമില്ലാതെ ഈ മഹാവേശ്യായ മതത്തിന് കീഴിലായിത്തീർന്ന് അവൾക്ക് അടിമയായി അവളോടൊപ്പം നശിക്കേണ്ടി വരും. ആയതിനാൽ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ലല്ലോ. അതിനാൽ നാളേക്ക് മാറ്റിവെക്കരുത്. മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിക്കുന്ന ഇത്ര വലിയ രക്ഷയെ കരസ്ഥമാക്കിക്കൊണ്ട് ഈ നാശത്തിൽ നിന്നും രക്ഷ നേടുക. ഈ രക്ഷ തികച്ചും സൗജന്യമായി ലഭിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നേടുക നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര. നരകശിക്ഷയിൽ നിന്ന് വിടുതൽ നേടുവാൻ ഇന്നു വരിക രക്ഷകന്റെ സന്നിധി. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. കൃപയാലത്രേ,
കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം, ദാനം, ദൈവദാനം. രക്ഷകന്റെ സന്നിധി ചെല്ലുക, നിന്റെ പാപമെല്ലാം തൻ്റെ മുമ്പിൽ ചൊല്ലുക. തൻ്റെ യാഗം മൂലം ഇന്ന് നിന്റെ പാപമെല്ലാം പോക്കി നിന്നെ ദൈവ പൈതലാക്കി മാറ്റുമേ. കൃപയാലത്രേ, കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം, ദാനം, ദൈവദാനം. ആമേൻ. പ്രൈസ് ലോർഡ്.